ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. മീനാക്ഷിയും കാർത്തിയും അങ്ങനെ വീട്ടിലെത്തിയിരിക്കുകയാണ്. വീട്ടിലെത്തിയതിനു ശേഷം തേനീച്ച കുത്തിയ സ്ഥലത്തൊക്കെ മരുന്നിട്ട് കൊടുക്കുകയാണ് കാർത്തി. എന്നാലും തേനീച്ച എന്താകും എന്നെ കുത്തിയതെന്ന് മീനാക്ഷി ചോദിക്കുമ്പോൾ കാർത്തി പറയുകയാണ്, അത് പിന്നെ നിന്നെ കണ്ടിട്ട് അല്പം അഹങ്കാരമുള്ളതുപോലെ തോന്നിക്കാണും. ഇത് കേൾക്കുന്ന മീനാക്ഷി ചിരിക്കുകയാണ്. ചില നേരത്തെ ACPയെ കണ്ടാലേ പേടി തോന്നും, ചില നേരത്തോ നന്നായി ചിരിക്കുകയും ചെയ്യും. അതേസമയം കുഞ്ഞ് കരയുകയാണ്. ഞാൻ കുഞ്ഞിനെ എടുക്കട്ടെ എന്ന് മീനാക്ഷി പറയുമ്പോൾ കാർത്തി പറയുകയാണ്, വേണ്ട, ഞാൻ എടുത്തോളാം. അങ്ങനെ കാർത്തി കുഞ്ഞിനെ എടുക്കുന്നുണ്ടെങ്കിലും കുഞ്ഞ് കരച്ചിലെ നിർത്തുന്നില്ല. ഇത് കാണുന്ന കാർത്തി മീനാക്ഷിയോട് പറയുകയാണ്, ഇതെന്താ ഞാൻ പാട്ട് പാടിയിട്ടൊന്നും ഉറങ്ങാത്തത്? അയ്യോ, ഇത് പാട്ടായിരുന്നോ? ഏതോ മരം മുറിക്കുന്നത് പോലെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മീനാക്ഷി ചിരിക്കുകയാണ്. നീ എന്നെ അങ്ങനെയൊന്നും കളിയാക്കണ്ട, പോലീസുകാരൻ്റെ ഉള്ളിലും സംഗീതമൊക്കെ ഉണ്ടെന്ന് കാർത്തി പറയുമ്പോൾ മീനാക്ഷി വന്ന് കുഞ്ഞിനെ എടുക്കുകയാണ്. മീനാക്ഷി എടുത്തുടൻ തന്നെ കുഞ്ഞ് കരച്ചിൽ നിർത്തുകയാണ്. തന്നെ തേനീച്ച കുത്തിയതും കാർത്തി മരുന്നിട്ടതും ഒക്കെ തന്നെ കുഞ്ഞിനോട് പറയുകയാണ് മീനാക്ഷി. ദേ ഇപ്പോൾ കരച്ചിൽ നിർത്തിയല്ലോ എന്ന് കാർത്തി പറയുമ്പോൾ മീനാക്ഷി പറയുകയാണ്, അതങ്ങനെയാ, അമ്മയുടെ അടുത്തെത്തിയാലേ കുഞ്ഞ് കരച്ചിൽ നിർത്തും. ഇത് കേൾക്കുന്ന കാർത്തി ചിരിച്ചുകൊണ്ട് മീനാക്ഷിയെ നോക്കിയതിനു ശേഷം കുഞ്ഞിനൊരു ഉമ്മ കൊടുത്ത് പുറത്തേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ജയറാമിനെയാണ്. ഒറ്റ കൈ കൊണ്ട് ചോറുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ജയറാം. അതേസമയം തിളച്ച കഞ്ഞി കയ്യിലേക്ക് വീഴാനൊരുങ്ങുമ്പോൾ നന്ദിനി അങ്ങോട്ടേക്ക് വന്ന് ജയറാമിനെ സഹായിക്കുന്നു. ഈ ഒറ്റ കൈ വെച്ച് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? 3 നേരമുള്ള ആഹാരമൊക്കെ ഞാൻ തരുന്നുണ്ടല്ലോ എന്ന് നന്ദിനി പറയുമ്പോൾ ജയറാം പറയുകയാണ്, ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഇനിയുള്ള കാലം ജീവിക്കുക, അതാണ് എൻ്റെ ഉദ്ദേശം. പിന്നെ എൻ്റെ പരോള് കഴിയാനായിട്ടുണ്ട്. ഇത്രയും ദിവസം എനിക്ക് നല്ല സന്തോഷമുള്ള ദിവസങ്ങൾ തന്നെ ആയിരുന്നെന്ന് ജയറാം പറയുമ്പോൾ നന്ദിനി പറയുകയാണ്, മരുഭൂമിയിൽ ഉരുകിത്തീർന്ന മനുഷ്യൻ മരുപ്പച്ച കാണുമ്പോഴുള്ള ആനന്ദം അത്ര തന്നെ. ഇത് ജയേട്ടൻ ജനിച്ചു വളർന്ന വീടാണ്. എത്ര നാളുകൾക്ക് ശേഷമാ ദേവിയുടെ കൈകൊണ്ടുണ്ടാക്കിയ ആഹാരം ഞാൻ കഴിക്കുന്നതെന്ന് ജയറാം പറയുമ്പോൾ നന്ദിനി പറയുകയാണ്, എത്രയൊക്കെ പറഞ്ഞാലും എൻ്റെ ജീവൻ രക്ഷിച്ച ആളാണല്ലോ. എനിക്ക് ജയേട്ടനോട് സ്നേഹമുണ്ട്, പക്ഷേ അത് ജയേട്ടൻ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ളതല്ല. ഇരിക്കപ്പിണ്ടം വെച്ചതാണെങ്കിലും ജയേട്ടൻ എൻ്റെ അമ്മയുടെ മകനല്ലേ. പിന്നെ ഞാൻ തരുന്ന ആഹാരത്തിൽ രുചിയുണ്ടാകും, പക്ഷെ അതിൽ ദേവിയുടെ പഴയ സ്നേഹം ഉണ്ടാകില്ലെന്ന് പറഞ്ഞ് നന്ദിനി അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് വൈശാഖിനെയും മൈഥിലിയുമാണ്. മൈഥിലി പറയുകയാണ്, നീയല്ലേ പറഞ്ഞത് ഇവിടെ ബർത്ത്ഡേ പാർട്ടിയാണെന്ന്, എന്നിട്ടിവിടെ നമ്മൾ മാത്രമുള്ളല്ലോ. നീ ഒന്ന് അടങ്ങിയിരിക്കേണ്ട മൈഥിലി എന്ന് വൈശാഖ് പറയുമ്പോൾ നിങ്ങൾ ബോറടിച്ചോ എന്ന് ചോദിച്ചുകൊണ്ട് സ്വാമിനാഥൻ അങ്ങോട്ടേക്ക് വരികയാണ്. എന്താ രണ്ടുപേർക്കും ഒരു ടെൻഷൻ പോലെ എന്ന് സ്വാമിനാഥൻ ചോദിക്കുമ്പോൾ വൈശാഖ് പറയുകയാണ്, അല്ല സാർ, ബർത്ത്ഡേ അല്ലേ, ഇത്ര നേരമായിട്ടും വേറെ ഗസ്റ്റുകളെ ഒന്നും കണ്ടില്ലല്ലോ. ഇന്ന് വേറെ ഗസ്റ്റുകളൊന്നുമില്ല, എൻ്റെ സ്പെഷ്യൽ ഗസ്റ്റുകളെ നിങ്ങൾ രണ്ടുപേരും മാത്രമാണെന്ന് സ്വാമിനാഥൻ പറയുന്നു. ഇത് കേൾക്കുന്ന വൈശാഖും മൈഥിലിയും ഞെട്ടലോടെ നിൽക്കുകയാണ്. എൻ്റെ ജീവിതത്തിലേക്ക് ആവശ്യമില്ലാത്ത അതിഥികളെ ഞാൻ അടുപ്പിക്കാറില്ല, പക്ഷേ നിങ്ങളെ കണ്ടപ്പോൾ എനിക്കൊരു അടുപ്പമുള്ളതുപോലെ തോന്നി. അല്ല, അതൊക്കെ ഇരിക്കട്ടെ, മൈഥിലി എൻ്റെ അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങൾ ഇതുവരെ ഒരു തീരുമാനമെടുത്തില്ലേ? എന്താണെങ്കിലും പറഞ്ഞോളാൻ സ്വാമിനാഥൻ പറയുമ്പോൾ വൈശാഖ് പറയുകയാണ്, അത് പിന്നെ സാറേ, മൈഥിലി തന്നെ പറയും. ഇത് കേൾക്കുന്ന മൈഥിലി സ്വാമിനാഥനോട് പറയുകയാണ്, അത് പിന്നെ സാർ, എനിക്ക് ജോലിക്ക് വരാൻ താല്പര്യമില്ല. അത് ശരി, മൈഥിലിക്ക് കൂട്ടക്കളത്തിൽ സ്വാമിനാഥൻ്റെ കൂടെ ജോലി ചെയ്യാൻ താല്പര്യമില്ലല്ലേ? അല്ല, വൈശാഖിൻ്റെ അഭിപ്രായം എന്താണെന്ന് സ്വാമിനാഥൻ ചോദിക്കുമ്പോൾ മൈഥിലിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും ഞാൻ നിർബന്ധിക്കില്ലെന്ന് വൈശാഖ് പറയുന്നു. തുടർന്ന് കുറേ നേരത്തെ ആലോചനയ്ക്ക് ശേഷം സ്വാമിനാഥൻ പറയുകയാണ്, നിങ്ങളുടെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. ഇന്നൊരു നല്ല ദിവസമായിരുന്നു, എൻ്റെ ബർത്ത്ഡേ. നിങ്ങൾ തന്നെ അത് മൂഡ് ഓഫ് ആക്കി. ഇന്നിവിടെ ആഘോഷങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് തിരിച്ചു പോകാം. എന്നെ വിശ്വാസമില്ലാത്തവരെ എനിക്ക് കാണണ്ട, നിങ്ങൾ വേഗം പൊക്കോളൂ. ഇത് കേൾക്കുന്ന മൈഥിലിയും വൈശാഖും അവിടെ നിന്ന് പോകാൻ ഇറങ്ങുമ്പോൾ സ്വാമിനാഥൻ ദേഷ്യത്തോടെ പറയുകയാണ്, നിൽക്ക്. മൈഥിലിയെ നീ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് സ്വാമിനാഥൻ ചോദിക്കുമ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്കെന്ന് വൈശാഖ് പറയുന്നു. താമസ സ്ഥലത്തേക്ക് നീ പോയിക്കോ, മൈഥിലി ഇവിടെ നിൽക്കട്ടെ. ഇത് കേൾക്കുന്ന വൈശാഖും മൈഥിലിയും ഞെട്ടലോടെ നിൽക്കുകയാണ്. തുടർന്ന് വൈശാഖ് പറയുകയാണ്, സാറേ, മര്യാദയ്ക്ക് സംസാരിക്കണം, ഇവളെ എൻ്റെ ഭാര്യയാണ്. ഇത് കേൾക്കുന്ന സ്വാമിനാഥൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, എന്ത്, നിന്റെ ഭാര്യയോ? അകത്തെ ഒരു റിവോൾവർ ഇരിപ്പുണ്ട്, എടുത്ത് ഞാൻ പൊട്ടിച്ചു കളയും. അത്രയും പറഞ്ഞുകൊണ്ട് മൈഥിലിയെ ഒന്ന് മൊത്തത്തിൽ നോക്കിയിട്ട് സ്വാമിനാഥൻ പറയുകയാണ്, ഇവള് ആ പോലീസ് ഓഫീസറുടെ ഭാര്യയല്ലേ? നീ തട്ടിക്കൊണ്ട് വന്നതല്ലേ? നീ എന്ത് കരുതി ഞാൻ പൊട്ടനാണെന്നോ? ഞാനൊന്നും അറിയില്ലെന്ന് നീ കരുതിയോ?
നീ കള്ളു കുടിച്ച് ഫിറ്റായപ്പോഴേ നീ തന്നെയാ ഇതെല്ലാം എന്നോട് പറഞ്ഞത്. പിന്നെ മറ്റൊരു കാര്യം കൂടി, ആ ACPയെ ഈ കാര്യങ്ങളെല്ലാം അറിയിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്കറിയാലോ. ഇത് കേൾക്കുന്ന വൈശാഖും മൈഥിലിയും ഭയത്തോടെ സ്വാമിനാഥനെ നോക്കുകയാണ്. അവനെ വിളിച്ച് നിങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് നിങ്ങളെ ഉപദ്രവിക്കാനേ എനിക്കൊരു ഉദ്ദേശവുമില്ല. പക്ഷേ മൈഥിലി ഇന്നിവിടെ നിർത്തിയിട്ട് വേണം നീ പോകാൻ. ഇല്ലെങ്കിലേ ഞാൻ പോലീസിനെ വിളിക്കുമെന്ന് സ്വാമിനാഥൻ പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് വൈശാഖും മൈഥിലിയും. നിങ്ങൾക്ക് ആലോചിച്ച് തീരുമാനമെടുക്കാനേ ഒരു 10 മിനിറ്റ് സമയം ഞാൻ തരാം. എന്നിട്ടും നിങ്ങളുടെ തീരുമാനം എനിക്ക് അനുകൂലമല്ലെങ്കിലേ ഞാനേ പോലീസിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം അറിയിക്കും. അത്രയും പറഞ്ഞിട്ട് സ്വാമിനാഥൻ അവിടെ നിന്ന് പോകുമ്പോൾ പരിഭ്രാന്തിയോടെ നിൽക്കുന്ന വൈശാഖിനെയും മൈഥിലിയുമാണ് കാണിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.